നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ എറണാകുളത്തെ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥി പോലീസ് പിടിയിലായി. മുളക്കുളം നോർത്ത് പാറേക്കാട്ടുകുഴി സ്വദേശി എൽജോ ജോയിയെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കാമുകിയുടെ കൂട്ടുകാരിയായ +1 വിദ്യാർത്ഥിനിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. വസ്ത്രം വാങ്ങിക്കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് വൈകത്തെത്തിയ ഇയാൾ പാർക്കിനോട് ചേർന്ന കുറ്റിക്കാട്ടിലേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. വിദ്യാർത്ഥിനി നൽകിയ പരാതിയെ തുടർന്ന് ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞയാഴ്ചയാണ് ഇയാളെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തുടർന്ന് ചേർത്തല പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വൈക്കത്തെ പാർക്കിനടുത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയൻ്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ PR ദേവദാസ് നഗറിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം AKVMS സംസ്ഥാന സെക്രട്ടറി PK തമ്പി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയൻ്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചത്. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ PR ദേവദാസ് നഗറിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാചരണത്തിൽ യൂണിയൻ പ്രസിഡന്റ് VM ബിജു പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ VM ബിജു അധ്യക്ഷത വഹിച്ച യോഗം അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന സെക്രട്ടറി PK തമ്പി ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ജയന്തി എന്നുള്ളത് തെറ്റാണ്. അത് അവർക്ക് പറയാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയാം. കാരണം എന്താ, അവര് വിശ്വകർമ്മ ജയന്തി ആചരിക്കാൻ തുടങ്ങിയത് 1988 കാലഘട്ടങ്ങളിൽ ഈ വിശ്വകർമ്മ ജയന്തി ആചരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് അറിയോ? മെയ് 1 ലോക തൊഴിലാളി ദിനമാണല്ലേ. മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. ആ മെയ് 1 പോലെ ഒരു തൊഴിലാളി ദിനം കേരളത്തിന് വേണം എന്ന് ചിന്തിച്ച കുറെ ദീർഘവീക്ഷണമുള്ള ചില സാമൂഹ്യ പ്രവർത്തകര്, സോഷ്യൽ വർക്കേഴ്സ് ചിന്തിച്ചു, നമുക്ക് ഒരു തൊഴിൽ ദിനം നമുക്ക് കേരളത്തിന് വേണം. അപ്പോൾ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞെന്താണെന്നറിയോ? തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവന്റെ നാമത്തിൽ. യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു അഞ്ചൻകുന്നേൽ വിശ്വകർമ്മ സന്ദേശം നൽകി. AKVMS സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ കൊടിഞ്ഞിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം സമ്മാന കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് നടത്തി. സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. ഓമന വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ആശംസയറിയിച്ച് യൂണിയൻ സെക്രട്ടറി ബിനോജ് നെയ്ശ്ശേരിൽ, ട്രഷറർ KS അജി, മനോജ് സോമൻ, പ്രശാന്ത് ഞവരക്കാട്ട്, രാധാകൃഷ്ണൻ കൊന്നത്തടി, അജികുമാർ, ഷിബു പാലക്കൽ, വിനോദ് കുമാർ, KV അഭിജിത്ത്, സാബു, സജി KS എന്നിവർ സംസാരിച്ചു. നിരവധി വിശ്വകർമ്മ സഭാ വിശ്വാസികളും പരിപാടിയുടെ ഭാഗമായി. ദൃശ്യ ന്യൂസ് ഇടുക്കി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അയർക്കുന്നം വികസന സമിതിയും സംയുക്തമായി ഓണാഘോഷവും 1ാമത് അഖില കേരള ചൂണ്ടയിടിൽ മത്സരവും സംഘടിപ്പിച്ചു. സൗഹൃദ ഭോജന മത്സരവും ഇതോടൊപ്പം നടന്നു. പൊതുസമ്മേളനം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അയർക്കുന്നം വികസന സമിതിയും സംയുക്തമായി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചെത്തിക്കുളം ടൂറിസം പ്രദേശത്ത് വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഓണാഘോഷം നടത്തിയത്. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചൂണ്ടയിടിയിൽ മത്സരം ഏറെ കൗതുകകരമായി. ഒപ്പം സൗഹൃദ ഭോജന മത്സരവും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. അയർക്കുന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി കൊറ്റത്തിൽ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ ജോൺ നടയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മള് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അതോടൊപ്പം തന്നെ അയർക്കുന്ന വികസന സമിതിയും കൂടി സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് 2 ഘട്ടമായിട്ടാണ് ഈ മത്സരം നമ്മൾ നടത്തുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഭോജന മത്സരം, സൗഹൃദ ഭോജന മത്സരവും, പിന്നീട് ഇവിടെ മഹിളകളുടെ വിവിധങ്ങളായ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും സമയം നോക്കാതെ തന്നെ അവരുടെ കഴിവുകൾ, കലാപരമായ കഴിവുകൾ അവിടെ പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള അവസരം ഉണ്ട്. ഇവിടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ജയദാസ് നന്ദ്യാട്ടുതുണ്ടത്തിൽ, അഡ്വക്കേറ്റ് KS മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം തീറ്റ മത്സരവും നടന്നു. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി.
ഉച്ചയ്ക്ക് ശേഷം ഒന്നാമത് അഖില കേരള ചൂണ്ടയിടൽ മത്സരവും നടന്നു. അയർക്കുന്നം സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ പുന്നൻ കുര്യൻ സൈക്ലിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ചാണ്ടി ഉമ്മൻ MLA ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കരോക്കെ ഗാനമേളയും നടന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരി തെങ്ങണ തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓണാഘോഷവും കുടുംബസംഗമവും പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരലായി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷത്തിനും കുടുംബസംഗമത്തിനും വേദിയായത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ഗിരീഷ് കോനാട്ട് അധ്യക്ഷനായിരുന്നു. തൃക്കുടുത്താനം പോലീസ് SHO MJ അരുൺ മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റിന്റെ ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബോബൻ, TD രമേശൻ, KN രാധാകൃഷ്ണൻ എന്നിവരെ SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ രവീന്ദ്രൻ എഴുമറ്റൂർ ആദരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി MD ശാലി, ട്രഷറർ KK സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് യോഗ ദേശീയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഭാഗ്യലക്ഷ്മിയുടെ യോഗ പ്രദർശനം ഉണ്ടായിരുന്നു. കലാപരിപാടികൾ, ഓണക്കളികൾ എന്നിവയോടെ പരിപാടി അവസാനിച്ചു. വാഴൂർ ചലി അതിവിദഗ്ധമായി വിവിധരുണ്ടായി കഴിച്ചു തീരുന്നത് ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.